Okay, so we will continue from where we stopped. Okay, Let's just have another prayer. Let's pray. Dear Heavenly Father, please bless us now as we continue reviewing the Reformation. May your Holy Spirit touch our hearts. In Jesus' name, amen. So, we had stopped where Luther was with this old monk, and the old monk repeated to him the words, "I believe in the forgiveness of sins." ഫ്രീ ആയി നൽകുന്ന ഭാവേക്ഷമയെ കുറിച്ച് നൽകി അദ്ദേഹത്തെ സഹായിക്കാമെന്ന അഭിപ്രായമുള്ള സന്യാസിയോടൊപ്പം ചേർന്ന് പറഞ്ഞ കാര്യത്തിലാണ് നിർത്തിയത്. And then Luther repeated it, and the old monk said, "No, you must not believe just in David's forgiveness of sins, or in the forgiveness of Peter's sins." അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ദാവീദിന്റെ പാപക്ഷമയെ കുറിച്ചല്ല മനസ്സിലാക്കേണ്ടത്, പത്രോസിന്റെ പാപക്ഷമയെ കുറിച്ച് മനസ്സിലാക്കണം. But you must believe in the forgiveness of your sins. എന്നാൽ നിങ്ങളുടെ പാപക്ഷമയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. And Luther understood the forgiveness of sins, not the payment of sins. അപ്പോഴാണ് ലൂതർ മനസ്സിലായത്, പാപത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതോ കൊടുക്കുന്നതോ അല്ല, അതിന്റെ ക്ഷമയെ കുറിച്ച് എന്ന കാര്യം മനസ്സിലായത്. Because the sins were already paid by somebody. കാരണം നമ്മുടെ പാപത്തിന്റെ കടം നേരത്തെ തന്നെ ആരോ വീട്ടിയിട്ടുണ്ട്. That means Jesus had already paid for his sins. He didn't need to pay for them again. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഓൾറെഡി കടം വീട്ടിയിട്ടുള്ളതുകൊണ്ട് ഇനി നമ്മൾ ഒന്നും അതിനു വേണ്ടി കൊടുക്കേണ്ടതില്ല. But sometimes we do the same thing that Luther was doing. ചിലപ്പോൾ നമ്മൾ ഇതുപോലെ ലൂതർ ചെയ്തതുപോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. That's why it's so important to study righteousness by faith. അതുകൊണ്ടാണ് വിശ്വാസമുള്ള നീതീകരണം പഠിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. Our tendency when we commit a sin that we know is wrong, what is our tendency? നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ പോക്ക് പാപമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അത് ചെയ്യാനുള്ളത് നമ്മുടെ താല്പര്യം. Do we run to Jesus and say, "Lord, forgive me"? നമ്മൾ കർത്താവിനോട് അടുത്ത് നമ്മളോട് ചെന്നിട്ട് നമ്മുടെ പാപം ക്ഷമിക്കണമെന്ന് പറയുമോ? Or we think, maybe it's too early for me to go to him. നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകുന്ന, അറിഞ്ഞുകൊണ്ടും ചെയ്യാൻ പോകുന്ന ആ പാപത്തെ അല്ലെങ്കിൽ ആ തെറ്റിനെ ക്ഷമിക്കണമെന്ന് ഇപ്പോഴേ പറയേണ്ട കാര്യമില്ല, അത് കുറച്ച് നേരത്തെ പോകും എന്ന് നമ്മൾ വിചാരിക്കുമോ? I just committed this evil sin. അല്ല, ഞാൻ ഇപ്പോഴൊരു കൊച്ചു പാപം, ഒരു ചെറിയ പാപം ചെയ്തതേ ഉള്ളൂ. So let me try to be well and not do this for a whole week. ഞാൻ ഇനി അടുത്തൊരാഴ്ച മുഴുവൻ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ ചെയ്യാതെ ഇന്ന് ചെയ്തൊന്നും ഞാൻ കുഴപ്പമില്ലല്ലോ. And after that week, I will come to God and say, "Lord, I did that thing very, very bad." ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പാപം ചെയ്തു. And I know it's very wrong. അത് തെറ്റാണെന്ന് എനിക്കറിയാം. But Lord, I have been without doing that for 1 week. എന്നാൽ അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരാഴ്ച മുഴുവൻ ഞാൻ ചെയ്തിട്ടില്ല. Can you please forgive me? അതുകൊണ്ട് എന്റെ ഈ തെറ്റിനെ ക്ഷമിക്കാമോ? I am doing better already. ഞാൻ ഇപ്പൊ നന്നായി വരുന്നുണ്ട്, അതിനേക്കാൾ കുറെ കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. Be honest with me. Isn't that what we try to do? നിങ്ങൾ എന്നോട് സത്യസന്ധമായി പറഞ്ഞാൽ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? We try to get better by ourselves. നമ്മളുടെ പ്രയത്നം കൊണ്ട് മെച്ചപ്പെടുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? But who can, by pulling his hand, his other hand, get himself out of the pit? ആർക്ക് അത് മറ്റേ കൈ നമ്മളെ പിടിച്ച് താഴ്ത്തുവാൻ കഴിയും? നമ്മളെ മറ്റേ കൈ ഇങ്ങനെ പിടിച്ച് ഉയർത്തുവാൻ ആർക്ക് കഴിയും? Can we do that? Can we lift ourselves with the other hand? നമ്മുടെ മറ്റേ കൈ ഉപയോഗിച്ച് നമ്മളെ ഉയർത്താൻ പറ്റുമോ? That's what we do when we try to get better by ourselves. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രവർത്തനത്തെ ദിനംതോറും മെച്ചപ്പെടുത്തുവാൻ നമ്മളിലൂടെ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത്. When we commit a sin, നമ്മൾ പാപം ചെയ്യുമ്പോൾ we should go immediately to Jesus and say, "Lord, I failed. Please forgive me." നമ്മൾ ഉടനെ തന്നെ യേശുവിന്റെ അടുത്ത് പോയി പറയണം, കർത്താവേ, ഞാൻ എന്റെ സ്വന്തം പ്രയത്നത്തിൽ
പരാജയപ്പെട്ടു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന്. Cleanse me of all unrighteousness. അങ്ങയുടെ നീതിയാൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന്. Cover me with your own righteousness. അങ്ങയുടെ നീതിയാൽ എന്നെ മറക്കണമേ എന്ന്. And then we are to believe that He does that. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് അങ്ങനെ ചെയ്യുന്നതായിട്ട്. So Luther said അതുകൊണ്ട് ലൂതർ പറഞ്ഞു, to a friend, ആ സന്യാസിയോട് പറഞ്ഞു, learn Christ and Him crucified. യേശു ക്രിസ്തു അവരിൽ ക്രൂശിക്കപ്പെട്ടത് പഠിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക എന്ന്. Learn to pray to Him. യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ പഠിക്കുക. And despairing of yourself, say, നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് മാറ്റുക. Thou Lord Jesus art my righteousness. അവിടുന്നാണ് നീതിയുള്ള കർത്താവ് യേശു ക്രിസ്തു. But I am thy sin. ഞാൻ അങ്ങയുടെ കരങ്ങളിലാണ്. Thou hast taken upon thyself what is mine, അവിടുന്ന് എന്റെ പാപമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. and hast given to me what is thine. അങ്ങയുടെ നീതി എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Thou hast taken upon thyself what thou wast not, അവിടുന്ന് ചെയ്യാത്തത് എന്റെ പാപം അങ്ങയിൽ എടുത്തിരിക്കുകയാണ്. and hast given to me what I was not. ഞാൻ എന്താ അല്ലയോ അത് എനിക്ക് നൽകിയിരിക്കുകയാണ്. Do you see the exchange? ഇപ്പോൾ ലൂതറിന്റെ പ്രാർത്ഥനയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. The Bible says that Christ became sin for us. വേദപുസ്തകം പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി പാപം ചെയ്യാതെ പാപിയായി മാറിയെന്ന്. And not only that, അത് മാത്രമല്ല, He became a curse for us. നമുക്ക് വേണ്ടി ശാപമായി മാറുകയും ചെയ്തു. Because the Bible says, cursed is everyone who is hanged on a tree. എല്ലാ വേദപുസ്തകം പറയുന്നത് ശപിക്കപ്പെട്ടവനാണ് മരത്തിൽ തൂക്കപ്പെടുന്നവൻ. So Christ became a curse for us, നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ശാപമായി മാറി. that we might become the righteousness of God in Him. ക്രിസ്തുവിൽ ദൈവത്തിന്റെ നീതി നമ്മൾ പ്രാപിക്കേണ്ടത്. It's the great exchange. അതൊരു വലിയ കൊടുക്കൽ വാങ്ങലാണ്. Then Luther told his friend, beware of aspiring to such a purity. എന്നിട്ട് ആ കൂട്ടുകാരൻ പറഞ്ഞു, ആ വന്ന സന്യാസി പറഞ്ഞു, that you will not wish to be looked upon as a sinner. നിങ്ങളൊരു പാപിയായി തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. For Christ dwells only in sinners. എന്നാൽ പാപികളെ നേടുവാൻ വേണ്ടി പാപികളിലാണ് ക്രിസ്തു വസിക്കുന്നത്. Do you remember the Pharisee and the publican? നിങ്ങൾക്കറിയാമോ ശാസ്ത്രിമാരും പരീക്ഷന്മാരും പറഞ്ഞത്? Both went to the temple to pray. ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയത്. One was standing, looking up and saying, Lord, thank you so much because I'm not like that man. ഒരാൾ നിന്നിട്ട് വളരെ അഭിമാനത്തോടെ നെഞ്ചൊക്കെ വിടർത്തി പറയുകയാണ്, കർത്താവേ, ഞാൻ ഈ നിൽക്കുന്ന പാപിയെ പോലെ അല്ല. I do several good things. ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. I'm not like the other people that are sinners. I'm not like the other people. ഇവിടെ നിൽക്കുന്ന മറ്റു പാപിയെ പോലെ അല്ല ഞാൻ. But the publican didn't even look up. He was with his face down, beating his breast. എന്നാൽ ആ ചുങ്കക്കാരൻ മുകളിലേക്ക് ക്രിസ്തുവിലേക്ക് നോക്കുവാൻ പോലും തയ്യാറാവാതെ അതിന് യോഗ്യതയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് താഴോട്ട് കുനിഞ്ഞു നിൽക്കുകയാണ്. And he was saying, God, be merciful to me, a sinner. പാപിയായ എന്നോട് കരുണ കാണിക്കണമേ എന്ന് ഈ ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുകയാണ്. He was justified. അവൻ നീതീകരിക്കപ്പെട്ടവനായി കാണപ്പെടുന്നു. He received forgiveness of sins. അവന് പാപത്തിന്റെ ക്ഷമ ലഭിച്ചു. And to receive forgiveness of sins is to be righteous. പാപത്തിന്റെ ക്ഷമ ലഭിക്കുന്നതിന് നീതിമാനാകേണ്ടതുണ്ട്. He received the righteousness of God. ദൈവത്തിന്റെ നീതി അവന് ലഭിച്ചു. Whereas the other man who was thinking he was also good എന്നാൽ മറ്റേ മനുഷ്യൻ അവൻ നല്ലവനാണെന്ന് അവൻ സ്വയം കരുതിക്കൊണ്ടിരുന്നപ്പോൾ went home as he came, അവൻ എങ്ങനെ കടന്നു വന്നതോ അതുപോലെ തിരികെ പോയി, lost. നഷ്ടപ്പെട്ടവനായി. But the same can happen with us. നമുക്കും ഇതൊക്കെ തന്നെ സംഭവിക്കാം. If we think we are so good, നമ്മൾ കുറെ മെച്ചപ്പെട്ടവരാണ്, മെച്ചമാണ് നമുക്ക് തോന്നിയാൽ, and when we have names, we're not like those people, those there, or those there. നമ്മൾ ഒരുപക്ഷെ പറയുമായിരിക്കും നമ്മൾ അവരെ പോലെയല്ല, അപ്പുറത്തുള്ളവരെ പോലെയല്ല, അല്ലെങ്കിൽ മറ്റേ കൂട്ടരെ പോലെയല്ല എന്ന്. But we do all these good things. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പറഞ്ഞേക്കാം. We are really trusting to ourselves. നമ്മളിലേക്ക് തന്നെ ആശ്രയിക്കുകയാണ്. If we compare ourselves with Jesus,
നമ്മളെ യേശുവായിട്ട് താരതമ്യപ്പെടുത്തിയാൽ we would not be bragging about our righteousness. നമ്മുടെ നീതിയെ കുറിച്ച് നമുക്കൊന്നും പറയാനുണ്ടാവത്തില്ല. We can only brag about our righteousness if we compare ourselves with ourselves. നമ്മളെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ നല്ല കാര്യങ്ങൾ നീതിയെ കുറിച്ച് പറയാൻ കാണത്തുള്ളൂ. If I look at my brother, ഞാൻ എന്റെ സഹോദരനെ നോക്കുമ്പോൾ I can say I am stronger than he. അവനെക്കാൾ ആരോഗ്യമുള്ളവനാണ് ഞാൻ, ബലവാനാണ് ഞാൻ. I am taller than he. അവനെക്കാൾ ഉയരമുള്ളവനാണ് ഞാൻ. I am smarter than he. അവനെക്കാൾ സ്മാർട്ടാണ് ഞാൻ. But if I compare myself to Jesus, എന്നാൽ ഞാൻ യേശുവായിട്ട് എന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ can I say those things? എനിക്കത് പറയാൻ കഴിയുമോ? I'll be like, oh. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഒന്നും മുകളിലോട്ട് പോകാനില്ല, നമ്മളെ പുകഴ്ത്താനൊന്നുമില്ല. So സ്വയം താഴ്ത്തും. it's easy to compare ourselves among ourselves and feel good about it. നമുക്ക് നമ്മളുടെ ഇടയിൽ തന്നെ നമ്മളെ തന്നെ നോക്കിയിട്ട് നല്ലതായി തോന്നുന്നത് എളുപ്പമുള്ള കാര്യമാണ്. Because there's always somebody doing bad things and worse than what we do. എപ്പോഴും നമുക്ക് മുമ്പാകെ നമ്മൾ ചെയ്യുന്നതിനേക്കാളും മോശമായ കാര്യങ്ങൾ ചെയ്യുന്നവർ നമുക്ക് മുമ്പാകെ പലപ്പോഴും കണ്ടേക്കാം. But that's not the standard by which we need to compare. എന്നാൽ നമ്മൾ താരതമ്യം ചെയ്യേണ്ട ഒരു മാനദണ്ഡം അതല്ല. We were given one model, നമുക്ക് ഒരു മോഡലാണ്, ഒരു മാനദണ്ഡമാണ് തന്നിരിക്കുന്നത്. Christ Jesus. യേശുക്രിസ്തുവാണ് ആ മാതൃക. And if we compare ourselves to him, are we better than him? നമ്മൾ യേശുക്രിസ്തുവായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെക്കാളും മെച്ചമാണോ? Do we do better things? നമ്മൾ യേശുക്രിസ്തുവിനേക്കാൾ നല്ല കാര്യം ചെയ്യുന്നുണ്ടോ? More righteous? നമ്മൾ യേശുക്രിസ്തുവിനെക്കാളും വലിയ നീതിമാനാണോ? Are we more kind than he is? യേശുക്രിസ്തുവിന്റെ കരുണയേക്കാൾ കൂടുതൽ കരുണ നമുക്കുണ്ടോ? More patient? യേശുവിനെക്കാൾ കൂടുതൽ ക്ഷമ നമുക്കുണ്ടോ? Are we meeker? നമ്മൾ അവനെക്കാൾ ബലഹീനനാണോ? We're not. നമ്മളല്ല. So that's what we do. We need to be comparing ourselves. അങ്ങനെയായിരിക്കണം നമ്മൾ നമ്മളെ താരതമ്യം ചെയ്യേണ്ടത്. Compare ourselves to Christ. Realize how sinful we are and come to him for cleansing. യേശുക്രിസ്തുവായി നമ്മളെ താരതമ്യം ചെയ്തിട്ട് തിരിച്ചറിയുക നമ്മൾ എത്രമാത്രം പാപികളാണ്, എത്രമാത്രം ബലഹീനരാണ്. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു വരിക. He will have his arms open to receive us. യേശുക്രിസ്തു രണ്ട് കരം നീട്ടി നമ്മളെ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. And as we are coming, he's running towards us to give us his righteousness. യേശുക്രിസ്തു നമ്മളിലേക്ക് തന്റെ നീതി തിരുവനന്തപുരം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. That's how we need to meet him. അങ്ങനെയായിരിക്കണം നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത്. So after Luther left the monastery, he became a doctor. ഈ സന്യാസി അദ്ദേഹത്തെ വിട്ടതിന് ശേഷം ലൂതർ ഒരു ഡോക്ടർ ആയി മാറി. And he assumed a church. He was the priest of the church in Wittenberg. വിട്ടൽബർഗില് പ്രസംഗിക്കുവാൻ അദ്ദേഹം പോയി. So we will now go into the 95 Theses and see what they were, why they came about. The 95 Theses against indulgence. അങ്ങനെ ഈ പാപമോചന ചീട്ടിനെതിരായിട്ട് മാർട്ടിൻ ലൂതർ എഴുതിയതായ 95 തീസിസ് അല്ലെങ്കിൽ പ്രബന്ധങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ നോക്കാം. So first let's look at the background for the thesis. അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് നോക്കാം. Pope Leo X ലിയോ പത്താമൻ was in need of money. അദ്ദേഹത്തിന് പണത്തിന്റെ വലിയ ആവശ്യമുണ്ടായിരുന്നു. He was a big spender. അതായത് ഒരുപാട് ദൂരത്തേക്ക് ചെലവഴിക്കുന്ന മനുഷ്യനായിരുന്നു. And so he found out a reason to be able to collect money, which was അതുകൊണ്ട് ആളുകളിൽ നിന്ന് പൈസ കണ്ടെത്തേണ്ട അല്ലെങ്കിൽ പിടിച്ചെടുക്കേണ്ട ഒരു ആവശ്യകത അദ്ദേഹത്തിന് മനസ്സിലായി. To complete St. Peter's Basilica in Rome. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക റോമിലുള്ള അതിന്റെ പണി പൂർത്തീകരിക്കാൻ പണത്തിന്റെ ആവശ്യകത അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കേണ്ട ആവശ്യകത തിരിച്ചറിഞ്ഞിട്ട് So around Christianity there were sent people to collect money from the Christians. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ക്രിസ്ത്യാനികളിൽ നിന്ന് ഇതിനു വേണ്ടി പണം പിരിച്ചെടുക്കാൻ ആളുകളെ അയച്ചു. And Tetzel, Johann Tetzel, was appointed the Grand Commissioner of Indulgences for Germany. ജർമ്മനിക്ക് വേണ്ടി ഇതിനു വേണ്ടി പണം പിരിച്ചെടുക്കുവാൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ അവരെ നിയമിച്ചു. So അദ്ദേഹത്തിന്റെ പേര് ജോൺ ടെസൽ. who was Tetzel? ആരായിരുന്നു ജോൺ ടെസൽ? He was a Dominican monk ഡൊമിനിക്കിലുണ്ടായിരുന്ന ഒരു സന്യാസിയാണ്. from Leipzig. ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ മകൻ. And he had served in the office of inquisitor ഇൻക്വിസിറ്ററുടെ ഓഫീസിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. and had traded indulgences as well. അങ്ങനെ ഈ പാപമോചന ചീട്ട് വിൽക്കുന്നതിൽ അദ്ദേഹം പരിചിതനാണ്. He had been convicted of a shameful crime at Innsbruck
ഇൻസ്ബർഗില് അദ്ദേഹത്തിന് ഒരു നാണക്കെട്ട ലജ്ജാകരമായ കുറ്റകൃത്യത്തില് അദ്ദേഹം കുറ്റ ആരോപിതനാണ്. And he was sentenced to be put into a sack and drowned. അദ്ദേഹത്തെ ചാക്കിൽ കെട്ടി താഴ്ത്താൻ തക്കവണ്ണം തീരുമാനിച്ചതാണ്. But somebody interceded for him. അദ്ദേഹത്തിന് വേണ്ടി ആരോ ഇടപെട്ടിട്ട് and he was forgiven. അദ്ദേഹത്തെ ക്ഷമിച്ചു വിട്ടതാണ്. So this man now goes about to gather indulgences for the poor. അപ്പോ ഈ മനുഷ്യനാണ് എല്ലായിടത്തും പോയി ഈ പാപമോചന ചീട്ടിൽ നിന്ന് പണം സ്വീകരിക്കാനായിട്ട് പോയിരിക്കുന്നത്. You will be surprised at how he announced his indulgences. ഇത് എങ്ങനെയാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നതെന്ന് കേട്ടാൽ നമ്മൾ ഒരുപക്ഷെ ആശ്ചര്യപ്പെട്ടു പോയേക്കാം. But before I tell you how he announced, അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് പറയുന്നതിന് മുമ്പ് let me ask you a question. ഒരു ചോദ്യം ചോദിക്കട്ടെ. Do you know what indulgences were? ഈ പാപമോചന ചീട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? No? അറിയാമോ? A little bit? I think we can review just to understand what the issue was. അതെന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പുറമോട്ട് പരിശോധിക്കാം. So, for those who believe in salvation by works, അതായത് പ്രവൃത്തിയാലുള്ള രക്ഷയെക്കുറിച്ച് വിശ്വസിക്കുന്നവർക്ക് you can measure the amount of work somebody does. നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തെ അളക്കുവാൻ പദ്ധതിയുണ്ട്. And if the person has a lot of good works, മനുഷ്യൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ the person can be saved. ആ മനുഷ്യൻ രക്ഷിക്കപ്പെടാം. If she has or if he has more good works than bad works. എന്നാൽ നല്ല മോശമായ പ്രവൃത്തിയെക്കാളും നല്ല പ്രവൃത്തി അദ്ദേഹത്തിന് കൂടുതൽ ഉണ്ടെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെടും. I'm not saying that this is the right thing. അത് ഒരു ശരിയായ രീതിയാണെന്ന് ഞാൻ പറയുന്നില്ല. I'm just saying that there are some people that believe that. എന്നാൽ ചില ആളുകൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. So they believe some people, most of the people don't have enough good works to be saved. അങ്ങനെ കൂടുതൽ ആൾക്കാർക്കും ഭൂരിപക്ഷം ആൾക്കാർക്കും അവർ ചെയ്ത നല്ല പ്രവർത്തനം കൊണ്ട് രക്ഷപ്പെടുവാനുള്ള നല്ല പ്രവർത്തനം ചെയ്തിട്ടില്ല. But some people have so many good works that they save not only themselves but they can save others. എന്നാൽ ചിലര് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ നല്ല പ്രവർത്തനം അവരെ മാത്രമല്ല മറ്റുള്ളവരെയും അവർക്ക് രക്ഷിക്കാൻ ചിലപ്പോൾ കഴിയാം. So those would be like the saints, അങ്ങനെയുള്ളവരെ വിശുദ്ധന്മാരെന്നൊക്കെ പറയും. Mary, മേരിയെ കുറിച്ച് അങ്ങനെ പറയും. the apostles, അപ്പോസ്തലന്മാരെ കുറിച്ച് പറയും. the fathers of the church. സഭയുടെ മുൻകാല പിതാക്കന്മാർ. These people would have so many good works that it's like a currency, a treasure. അവര് നിധി പോലെ ഒരുപാട് വലിയ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. And the administrator of that treasure of good works was the Church of Rome. ഈ റോമിലെ സഭയിലെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ നേതാക്കൾ ഈ നല്ല വർക്കുകളൊക്കെ കണക്കുകൂട്ടി വെച്ചിരുന്ന ട്രഷറിയുടെ നേതാക്കന്മാരായിരുന്നു. So if you and I didn't have enough good works to be saved, എനിക്ക് നിങ്ങൾക്കും രക്ഷപ്പെടുന്നതിന് ആവശ്യമായ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ we could buy an indulgence. നമുക്ക് അതിന് ഒരു ഇൻഡൽജൻസ് വാങ്ങിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു പരിഹാരമാർഗം വാങ്ങാം. And the indulgence would draw from that treasure of merit. അങ്ങനെ ഇവിടെ നിന്നുള്ളതായ ആ ട്രഷറിന് ഇങ്ങനെ ഒരു ചീട്ട് വാങ്ങി നമുക്ക് നല്ല പ്രവൃത്തിക്ക് പകരമായി വാങ്ങാൻ കഴിയും. So anybody could pay to get merit that the church was administrating. ഇങ്ങനെ ആരെങ്കിലും അതിനുവേണ്ടി പണം കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, and that's what Tetzel was selling. അതിനാണ് അതിന് കച്ചവടം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇത് വിറ്റുകൊണ്ടിരുന്നത്. നിങ്ങളുടെ പാവങ്ങൾ നിങ്ങൾ നല്ല പ്രവൃത്തി ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ചീട്ട് വാങ്ങിയാൽ മതി, അതിന് നിങ്ങൾ പണം കൊടുത്താൽ മതി. And this is how he announced the indulgences. ഇങ്ങനെയാണ് അത് പ്രഖ്യാപിച്ചത്. He would come to a city, ഒരു സ്ഥലത്ത് അദ്ദേഹം വന്നിട്ട്, or to a town, ഒരു പട്ടണത്തിലോ, and he would make trumpets go ahead of him. അദ്ദേഹം ഒരു പട്ടണത്തിലോ സിറ്റിയിലോ വരുമ്പോൾ അദ്ദേഹം മുമ്പേ കാഹളം ഊതിക്കൊണ്ട് ആളുകളെ മുമ്പിൽ വിടും. And he would make a big parade. അതൊരു വലിയ ഒരു പൊസിഷൻ തന്നെ, ആളുകളുടെ ഒരു ജാഥ തന്നെ അവിടെ നയിക്കും, ഒരു റാലി നയിക്കും. And he would say, എന്നിട്ട് പറയും, indulgences are the most precious and most sublime gift of God. ദൈവത്തിന് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദാനം എന്ന് പറയുന്നത് പാപമോചന ചീട്ടാണ്. He was carrying, or had somebody carry a cross, a red cross.
അദ്ദേഹം ഒരു ചുവന്ന കുരിശ് അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വരും. And he would point to the cross ആ കുരിശിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും and say, the cross has the very same efficacy as the actual cross of Jesus Christ. ഈ യേശുക്രിസ്തു മരിച്ചതായ യഥാർത്ഥ കുരിശിനുള്ള അതേ പ്രാധാന്യം ഈ കുരിശിനുണ്ട് എന്ന് പറയും. Come and I will give you letters under seal. എന്റെ അടുത്ത് വരും, ഞാൻ നിങ്ങൾക്ക് ലെറ്ററുകളും അല്ലെങ്കിൽ എഴുത്തുകളും മുദ്രകളും തരാം എന്ന് പറയും. By which even the sins which you may have a desire to commit in the future will all be forgiven. നിങ്ങൾ ഇനി ഇപ്പൊ ചെയ്തതും നേരത്തെ ചെയ്തതും ഇനി ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായ പാപങ്ങളും ക്ഷമിച്ച് കിട്ടുവാനുള്ളതായ അതിനാവശ്യമായ എഴുത്തുകളും അതിനുള്ള മുദ്രയും ഞാൻ തരാം. He said, I would not exchange my privileges for that of Saint Peter in heaven. എന്റെ ഈ പ്രിവിലേജ് അല്ലെങ്കിൽ എനിക്കുള്ളതായ ഈ അവസരം സ്വർഗത്തിലെ പീറ്ററിന്റെ മേൽ വെച്ച് ഞാൻ എന്നെ വെച്ചു മാറത്തില്ല എന്ന് പറഞ്ഞു. പത്രോസിന് വേണ്ടി ഞാൻ വെച്ചു മാറത്തില്ല. For I have saved more souls by my indulgences than the apostle by his sermons. പത്രോസ് പ്രസംഗത്തിലൂടെ നേടിയ ആത്മാക്കളെക്കാളും കൂടുതൽ ആത്മാക്കളെ ഞാൻ ഇങ്ങനെ ഈ ചീട്ട് വിൽക്കുന്നതിലൂടെ രക്ഷയിലേക്ക് നേടിയിട്ടുണ്ട്. There is no sin too great for an indulgence to remit. ഈ പാപമോചന ചീട്ട് വിൽക്കുന്നതിനേക്കാളും വലിയ പാപം ഇല്ല. Let him only pay well, and it shall be forgiven him. നല്ലതുപോലെ അവന് പണം കൊടുത്താൽ മതി, അവന്റെ പാപം ക്ഷമിക്കപ്പെടും. And then he would go on, there are more parts for the quote, but he would go on announcing his indulgences in that fashion. ഈ രീതിയിൽ ഈ പാപമോചന ചീട്ട് വിൽക്കാൻ വേണ്ടി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. You can imagine how Luther was feeling about it. ഇതിനെക്കുറിച്ച് ലൂഥറിന് ഉണ്ടായ വികാരവും വിചാരവും എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. That's what would even say that indulgences were not only to save the living, they also saved the dead. ഈ ക്രിസ്തു പറഞ്ഞത് ഈ പാപമോചന ചീട്ട് വാങ്ങുന്നതിലൂടെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ പാപങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ പാപങ്ങളും ക്ഷമിക്കുവാനിടയായിത്തീരും. And he said, at the very instant when the piece of money clings to the bottom of the strong box, അങ്ങനെ ഈ പാപമോചന ചീട്ട് വാങ്ങുവാനുള്ളതായ പണം നിങ്ങൾ ഈ പാത്രത്തിൽ ഇടുമ്പോൾ ആ പണം വന്ന് ആ പാത്രത്തിന്റെ അടിത്തട്ടിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. the soul comes out of purgatory and sets free, flies upward into heaven. അവരെല്ലാവരും ഈ പാപത്തിന്റെ പീഡന സ്ഥലത്ത് നിന്ന് അവര് രക്ഷിക്കപ്പെട്ടു വരും. So he was announcing this in Germany. ജർമ്മനിയിൽ ഇദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു. But there was a man called Frederick the Wise. എന്നാൽ അവിടെ ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. He was the elector of Saxony. അദ്ദേഹം സാക്സണിയിലെ ഒരു ലെക്ചറായിരുന്നു. And he forbade that man from coming into Saxony. ഈ സാക്സണിയിൽ അദ്ദേഹം വരരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. When Luther heard that Tetzel was coming, അങ്ങനെ ടെസ്സൽ വരുന്നെന്ന് ലൂഥർ കേട്ടപ്പോൾ, and although Tetzel couldn't come to Wittenberg, he stopped at a very close town. വിറ്റൻബർഗിലേക്ക് ടെസ്സൽ വന്നില്ലെങ്കിലും അതിനോട് അടുത്തുള്ള പട്ടണത്തിൽ അദ്ദേഹം എത്തുവാൻ കഴിഞ്ഞു. Luther said, "Please God, I will make a hole in his drum." Tetzel was making noise. ഓക്കെ, ടെസ്സൽ ഇങ്ങനെ ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ലൂഥർ അതിന് ഇടപെടുകയുണ്ടായി. And then Luther said, this great thrasher of curses set about thrashing the country in grand style. ലൂഥർ പറയുകയുണ്ടായി, രാജ്യത്ത് ദേശത്ത് മുഴുവൻ ആൾക്കാരെ ഇതുപോലുള്ളതായ ചപ്പും ചവറും ഇതുപോലുള്ള പ്രയോജനമില്ലാത്ത സാധനങ്ങൾ വിറ്റ് അവരെ വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയാണെന്ന് പറയുകയുണ്ടായി. So people would come to Luther and say, I have sinned, I have committed this adultery, I have done all these evil things, but I have an indulgence. ലൂഥറിന്റെ ആൾക്കാർ വന്ന് പറയാൻ തുടങ്ങി, ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, തെറ്റുകൾ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിനെല്ലാം പകരമായിട്ട് ഈ പാപമോചന ചീട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. I paid for this so that I can do these things, these sins, and not be guilty.
ഞാൻ ഇതെല്ലാം വാങ്ങി വെച്ചിരിക്കുന്നത് കൊണ്ട്, ഇതിനു വേണ്ടി ഞാൻ പണം കൊടുത്തത് കൊണ്ട് ഇനിയും ഞാൻ ഈ പാപം ചെയ്താലും ഞാൻ പാപത്തിന്റെ കുറ്റക്കാരനാകത്തില്ല എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. But Luther refused to give them absolution unless they repented. എന്നാൽ ലൂഥർ അവർക്ക് ഇതിന് പകരമായിട്ടൊരു പരിഹാരം കൊടുക്കുവാൻ തയ്യാറായില്ല. So those people were mad because they paid and their priest would not forgive them. അങ്ങനെ ആയപ്പോൾ അവർക്ക് വല്ലാതെ ദേഷ്യം വന്നു. കാരണം അവര് ഈ പാപത്തിന് പരിഹാരമായി പണം നൽകിയിട്ടും ഈ പുരോഹിതൻ അവരുടെ പാപം ക്ഷമിക്കുന്നില്ല. So they came back to Tess and said, "My priest does not accept this indulgence that you sold me." അങ്ങനെ ഈ സാക്ഷ്യന്റെ അടുത്ത് ഈ ആളുകളൊക്കെ വന്ന് പറയാൻ തുടങ്ങി, എന്റെ പുരോഹിതൻ ഈ ചീട്ട് അംഗീകരിക്കുന്നില്ല, എനിക്ക് ക്ഷമ നൽകുന്നില്ല എന്ന് പറഞ്ഞു. So Tess was furious against Luther. അപ്പോൾ ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. And Luther decided to act, to do something. അങ്ങനെ ലൂഥർ ഇതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് തീരുമാനിച്ചു. So on October 31st, അങ്ങനെ 1517 ഒക്ടോബർ മാസം 31-ാം തീയതി, without talking to the elector Frederick, to Staupitz, to Spalatin, or any of his close friends, അദ്ദേഹം തന്റെ അടുത്തുള്ള സുഹൃത്തുക്കളോട് ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും പറയാതോ ഇത് നിർത്തണമെന്നോ ഒന്നും ആവശ്യപ്പെടാതെ Luther marched to the door of the cathedral at Wittenberg. വിട്ടലുകളുണ്ടായ ആലയത്തിന്റെ വാതിലിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പടിയിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങി and posted there the 95 theses against indulgences. ഈ പാപമോചന ചീട്ടിന് എതിരായ 95 പ്രബന്ധങ്ങൾ അദ്ദേഹം എഴുതി ആ വാതിലിൽ ഒട്ടിച്ചു. Notice that there are 95. അത് 95 ഉണ്ടെന്ന് മനസ്സിലാക്കുക. But we will just read a couple of them. നമ്മളിപ്പോൾ അതിൽ നിന്ന് ചിലത് മാത്രം വായിക്കാൻ പോവുകയാണ്. The first one said, ഒന്നാമത്തേത് പറയുന്നത്, when our Lord and Master Jesus Christ says, repent, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാനസാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ he means that the whole life of his followers on earth is a constant and continual repentance. യേശുക്രിസ്തു ആ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഈ ഭൂമിയിലുള്ള അദ്ദേഹത്തിന്റെ അനുഗാമികൾ എല്ലാവരും നിരന്തരമായും തുടർച്ചയായുള്ളതായ മാനസാന്തരത്തിലേക്ക് പോവുകയാണ്. Remember the verse that we read in the first letter that said, repent and believe the gospel. ഓർക്കുന്നുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞത് മാനസാന്തരപ്പെടുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്, അല്ലെങ്കിൽ സുവിശേഷത്തിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞത്. In one of those instances, the Vulgate, which is the Catholic Bible, the Latin Bible, translates repent as do penance. അതിന്റെ ആസ്പദമാക്കി ഇവര് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാനസാന്തരം എന്ന് പറയുന്നത് ഈ പണം കൊടുക്കുക അല്ലെങ്കിൽ ഇതിന് പരിഹാരം ചീട്ട് വാങ്ങുക എന്നുള്ളതാണ്. But Luther is clarifying at least part of this understanding. എന്നാൽ ഇത് ലൂഥർ അത് വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ് ഈ എഴുത്തുകളിലൂടെ. Thesis 27. 27ാമത്തെ thesis എന്ന് പറയുന്നത്, he says, it is human folly to pretend that at the very moment when the money tinkles in the strongbox, the soul flies off from purgatory. ആളുകൾ വിശ്വസിക്കുന്നത് തെറ്റായ വിശ്വാസമാണ്. അവർ വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ പെട്ടിയിൽ അല്ലെങ്കിൽ ഈ പാട്ടയിൽ പണമിട്ട് അത് അതിന്റെ അടിയിൽ ചെന്ന് മുട്ടുമ്പോൾ പീഡന സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ പാതാളത്തിലുള്ളവർ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. And then thesis 36, every Christian who truly repents of his sins has entire forgiveness of the penalty and the fault, and so far has no need of indulgence. 36ാമത്തെ ദിവസത്തിൽ എഴുതി വെച്ചത്, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ അവന് പൂർണ്ണ ക്ഷമ ലഭിക്കുകയും അവന്റെ പാപങ്ങൾ ഒന്നും എണ്ണപ്പെടുകയും ഇല്ലെന്നും അവന് ഈ പാപമോചന ചീട്ടിന്റെ ആവശ്യമില്ല എന്നും എഴുതി വെച്ചു. Finally, thesis 62. 62ാമത്തെ thesis എഴുതിയത്, the true treasure of the church is the most holy gospel of the glory and grace of God. കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ എന്ന സുവിശേഷമാണ് ദൈവത്തിന്റെ സഭയുടെ ഏറ്റവും അതിപ്രധാനമായ നീതിയായ പ്രവചനം അല്ലെങ്കിൽ ദൂത് എന്ന് പറയുന്നത്. Remember that I said that they believed that the church had this treasure of forgiveness of marriage, that it could apply to everybody.
അതായത് സഭാജനങ്ങൾ അന്ന് വിശ്വസിച്ചിരുന്നത് അവർക്ക് ഈ പാപമോചന ചീട്ട് എന്നത് ഒരു നിധി പോലെ അവർ കരുതിയിരുന്നത് കൊണ്ട് അവർക്ക് പാപം ചെയ്താലും കുഴപ്പമില്ല, നേരത്തെ ചെയ്ത പാപത്തിന് കുഴപ്പമില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. Luther said that's not a treasure at all. The treasure is the gospel. എന്നാൽ ലൂതർ പറഞ്ഞത് അതിന് നിങ്ങൾക്ക് ഒരു നിക്ഷേപമല്ല, ഒരു നിധിയല്ല, ആ നിധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷമാണ്. So this that he posted in the door of the cathedral, in 2 weeks they went to every part of Germany, and in 4 weeks had traversed almost the whole of Christendom. അതിന്റെ വാതിൽപ്പടിയിൽ ഒട്ടിച്ചു. അതിനുശേഷം 3 ആഴ്ച കൊണ്ട് ഈ ജർമ്മനിയുടെ എല്ലാ പ്രദേശത്തും ഇത് പറക്കുവാനിടയായി. A contemporary historian said it was as if the angels themselves had been the messengers and carried them before the eyes of all men. ആധുനിക ചരിത്രം പറയുന്നത് ദൂതന്മാരാണ് ഈ ദൂത് എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നതിന് സഹായിച്ചത് എന്നാണ്. So this happened on which day? Do you remember that I said? ഇതെന്താണ് സംഭവിച്ചത്? ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഫെബ്രുവരി 3 October 31st, 1517, which is commonly known as the Reformation. അതാണ് നവീകരണ ദിവസം എന്ന് അറിയപ്പെടുന്നത്. Now, something happened the night before. ഇതിന് തൊട്ട് മുമ്പുള്ള രാത്രിയിൽ ചില സംഭവങ്ങൾ ഉണ്ടായി. This man, Frederick, the Elector of Saxony, had a dream. ഈ ഫ്രെഡറിക് മൂന്നാമൻ എന്ന് പറയുന്ന മനുഷ്യന് ഒരു സ്വപ്നം ഉണ്ടായി. The dream is a little bit long. I don't know how it will sound with translation, but I'll try to read it because the words are important. Okay, ഈ സ്വപ്നം കുറച്ച് നീണ്ട സ്വപ്നമാണ്. അപ്പോൾ അത് പരിഭാഷപ്പെടുത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അതിനകത്തെ ചില പ്രധാന വാക്കുകൾ ഞാൻ പറയാം. He was walking with his brother and with the chancellor. അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ട് അദ്ദേഹം നടക്കുകയായിരുന്നു. And he said, having gone to bed last night, fatigued and out of spirits, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഒരു സ്വപ്നം കാണാനിടയായി. I fell asleep shortly after my prayer. ഞാൻ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. And slept quietly for about 2 hours and a half. 2.5 മണിക്കൂറോളം ഞാൻ സമാധാനമായിട്ട് ഉറങ്ങി. I then awoke and continued awake until midnight. എന്നിട്ട് ഞാൻ പാതിരാത്രി വരെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലായി. All sorts of thoughts passing through my mind. എന്റെ മനസ്സിലൂടെ വിവിധങ്ങളായ ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. Among other things, I thought how I was to observe the Feast of All Saints. ആ ചിന്തകൾ കടന്നുപോയ കൂട്ടത്തിൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഈ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതായ ഫീസ്റ്റ് എങ്ങനെ നടത്തണം എന്നുള്ളതായിരുന്നു. I prayed for the poor souls in purgatory. ഈ വിശുദ്ധീകരണ സ്ഥലത്ത് അല്ലെങ്കിൽ പാതാളത്തിൽ കിടക്കുന്നതായ പാവപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. And supplicated God to guide me. ദൈവത്തോട് അപേക്ഷിച്ചു എന്നെ സഹായിക്കണമേ എന്ന്. My counsels and my people. എന്റെ ആളുകളും എന്റെ കമ്മിറ്റി അംഗങ്ങളും according to the truth. സത്യത്താൽ അവരെ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. Again I fell asleep. എന്നിട്ട് ഞാൻ വീണ്ടും ഉറങ്ങിപ്പോയി. And then dreamed that the Almighty God sent me a monk. അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് സർവശക്തനായ ദൈവം ഒരു സന്യാസിയെ എന്നിലേക്ക് അയച്ചു എന്നാണ്. Who was a true son of the Apostle Paul. അത് അപ്പോസ്തലനായ പൗലോസിന്റെ യഥാർത്ഥ മകൻ എന്നാണ്. So remember, this was happening the night before Luther nailed the 95 Theses. ഈ ലൂഥർ ഈ 95 തെസീസ് പള്ളിയുടെ വാതിലിൽ ഒട്ടിക്കുന്നതിന് മുൻപുള്ള തലേ രാത്രിയിലാണ് ഈ സംഭവം. The governor of that province of Saxony, ആ പ്രദേശത്തെ ദൈവത്തിന്റെ ഇടപെടൽ, was having this dream. അങ്ങനെ ഈ മനുഷ്യനെ സ്വപ്നം ലഭ്യമാവുകയാണ്. So he dreamed that a monk came by order of God. അങ്ങനെ ഒരു സന്യാസി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നതാണ് അത് സ്വപ്നം കാണുന്നു. All the saints accompanied him by order of God in order to bear testimony before me. അങ്ങനെ ദൈവത്തിന്റെ
ഒരു സാക്ഷ്യം എന്റെ മുമ്പിൽ പറയുന്നതിന് വേണ്ടി ഈ ദൈവത്തിന്റെ എല്ലാ വിശുദ്ധന്മാരും എന്റെ മുമ്പാകെ വന്നു എന്നാണ്. And to declare that he did not come to contrive any plot. ഏതെങ്കിലും ഒരു യുദ്ധത്തിലോ അല്ലെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കാനല്ല വന്നത്. But all that he did was according to the will of God. എന്നാൽ ചെയ്തതെല്ലാം ദൈവത്തിന്റെ ആലോചന പ്രകാരം മാത്രമാണ്. Now notice what else he sees in the dream. അദ്ദേഹം സ്വപ്നത്തിൽ എന്താണ് കാണുന്നതെന്ന് ശ്രദ്ധിക്കുക. They asked me to have the goodness graciously to permit him to write something on the door of the church of the castle of Wittenberg. ദൈവത്തിന്റെ കൃപയാൽ ഈ വെറ്റംബർഗിന്റെ ചർച്ചിൽ എന്തെങ്കിലും എഴുതി വെക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് ദൈവം അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. So what did the saints want? ആ വിശുദ്ധന്മാർക്ക് എന്താണ് വേണ്ടിയിരുന്നത്? They wanted the Frederick to allow the monk to write something on the door of the cathedral. അതായത് കടന്നു വന്ന ആ സന്യാസി ഈ കത്തീഡ്രലിലെ വാതിലിൽ എന്തെങ്കിലും എഴുതണം എന്നാണ് ആഗ്രഹിച്ചത്. Luther had not yet placed the 95 Theses at the door. എന്നാൽ അദ്ദേഹത്തിന് ആ സ്വപ്നം കിട്ടുന്നത് വരെ ലൂതർ ഇത് ആ ഡോറിൽ ഒട്ടിച്ചിരുന്നില്ല. This was before he did. അത് ഒട്ടിക്കുന്നതിന് തലേ രാത്രിയിലാണ് ഈ ഫ്രെഡറിക് ഈ സ്വപ്നം കാണുന്നത്. So Frederick dreamed that through the chancellor. അങ്ങനെ ഫ്രെഡറിക്കിന് ആ സ്വപ്നത്തിലൂടെ അത് ലഭിച്ചപ്പോൾ അത് അനുവദിച്ചു. Thereupon the monk went to the church അതിനുശേഷം ആ സന്യാസി പള്ളിയിൽ പോയി and began to write in such large characters ഒരു വലിയ അക്ഷരത്തിൽ പിന്നീട് അത് എഴുതാൻ തുടങ്ങി. that I could read the writing at Steinmetz. അതങ്ങനെ വേഗത്തിൽ വായിക്കത്തക്ക വിധത്തിൽ The pen which he used was so large അതിനുവേണ്ടി എഴുതാൻ ഉപയോഗിച്ച പേന വലിയ വലിപ്പമുള്ളതായിരുന്നു. that its end reached as far as Rome. അതിന്റെ എഴുത്തിന്റെ ആ പേനയുടെ വലിപ്പം റോമിൽ വരെ എത്തത്തക്കമുള്ളതായിരുന്നു. Where it pierced the ears of a lion that was couching there. അങ്ങനെ ഇരപിടിക്കാൻ എത്തിയിരിക്കുന്നതായ സിംഹത്തിന്റെ ചെവിയിൽ പോലും തുളച്ചിരുന്ന വിധത്തിലായിരുന്നു ആ എഴുത്ത്. The ears of what? എന്തിന്റെ ചെവി? What was the name of the Pope? ഈ പുസ്തകത്തിന്റെ പേരെന്താണ്? Leo. Do you know what Leo means? Lion. ലിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? So it pierced the ears of a lion that was couching there and caused the triple crown upon the head of the Pope to shake. അങ്ങനെ സിംഹത്തിന്റെ ചെവി പോലെ തുളച്ചിരുന്ന വിധത്തിൽ അത് അവരുടെ തലയെ തുളച്ചിരുന്ന വിധത്തിൽ അത് So just to shorten the dream, they tried to prevent the crown from falling. The crown of the head of the Pope from falling. Okay. അപ്പോൾ അവര് എന്താണ് ഈ സ്വപ്നത്തിന്റെ രക്തചുരുക്കം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്? അവരങ്ങനെ എന്ത് ചെയ്തു? ഈ വീടാതെ പിടിച്ചു നിർത്താൻ നോക്കി. So Frederick awoke with his arms stretched, trying to hold the crown of the Pope. അങ്ങനെ ഫ്രെഡറിക് സ്വപ്നത്തിൽ ഉണർന്നത് ഈ തലയിരിക്കുന്ന കിരീടം വീടാതെ പിടിച്ചു നിൽക്കാൻ തക്കോണം തന്റെ കരം ഇങ്ങനെ ഉയർത്തി പിടിക്കുന്നത് പോലെയാണ്. It was only a dream. അതൊരു സ്വപ്നം മാത്രമായിരുന്നു. I was still half asleep. എനിക്ക് ഈ സ്വപ്നം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. And once more closed my eyes. ഒരിക്കൽ കൂടി ഞാൻ എന്റെ കണ്ണടച്ചു. The dream returned. ആ സ്വപ്നം വീണ്ടും തിരികെ വന്നു. The lion, still annoyed by the pen, began to roar with all his might. ആ സിംഹം ആ പേന എന്നിലേക്ക് അലർന്നത് പോലെ എനിക്ക് തോന്നുന്നു. So much so that the whole city of Rome and all the states of the Holy Empire ran to see what the matter was. അങ്ങനെ ഈ റോമിലുള്ളതും ആ ദേശത്തുള്ള എല്ലാവരും ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ ഓടിയെത്തി. The Pope requested them to oppose this monk. അപ്പോൾ പോപ്പ് അവരോടെല്ലാം പറഞ്ഞു ഈ സന്യാസിയെ എതിർക്കണം എന്ന്. And apply it particularly to me on account of his being in my country. And asked me. ഇതിന് എനിക്ക് വേണ്ടി നിങ്ങളത് അദ്ദേഹത്തെ തടയണമെന്ന് ആവശ്യപ്പെട്ടു. I again awoke. ഞാൻ വീണ്ടും ഉണർന്നു. Repeated the Lord's Prayer. ഞാൻ കർത്താവിന്റെ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. Entreated God to preserve His holiness. ദൈവത്തിന്റെ വിശുദ്ധി എന്നിൽ കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. And once more fell asleep. ഞാൻ ഒരിക്കൽ കൂടി ഉറങ്ങിപ്പോയി. Then I dreamed that all the princes of the empire. പിന്നെ ഞാൻ സ്വപ്നം കണ്ടത് ആ രാഷ്ട്രത്തിലെ എല്ലാ രാജകുമാരന്മാരും and we among them hastened to Rome. ഞങ്ങളും അവരോടൊപ്പം ചേർന്ന് റോമിലോട്
and strove one after another to break the pen. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് റോമിന് വേണ്ടി അവരുടെ ആ പേനകളെ മുറിക്കുവാൻ അല്ലെങ്കിൽ തകർക്കാൻ ശ്രമിച്ചു. Remember that the monk was writing with a pen. ശ്രദ്ധിച്ചു, ആ സന്യാസി പേന കൊണ്ടാണ് അതിൽ എഴുതിയിരുന്നത്. But do you remember what a pen was in the past? പണ്ട് കാലങ്ങളിൽ പേന എങ്ങനെയാണ് നിർമ്മിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? They didn't have a blue ink. You didn't buy it at the store like that. ഇപ്പൊ നമ്മൾ അതിനകത്ത് മഷി നിറച്ചിരിക്കുന്നത് പോലെ ഉള്ളതായിരുന്നില്ല പണ്ട്. They were made of a feather, right? അത് തൂവൽ കൊണ്ടാണ് പണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്നത്. So they were trying to break the feather. അപ്പോൾ ആ തൂവലിനെ മുറിക്കുവാൻ അല്ലെങ്കിൽ ഒടിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. And he said, but the more we tried, the stiffer it became. എന്നാൽ ഞങ്ങൾ എത്രമാത്രം കഠിനമായി ശ്രമിച്ചോ അത്രയും അതിന് ബലം അല്ലെങ്കിൽ കടുപ്പമുള്ളതായി തോന്നി. Sounding as if it had been made of iron. അത് അങ്ങനെ തോന്നിയപ്പോൾ അത് ഇരുമ്പിനാൽ തൂവലാലല്ല ഇരുമ്പിനാൽ നിർമ്മിക്കപ്പെട്ടതാണോ എന്ന് തോന്നുന്നത്. And they finally desisted. അവസാനം അവര് വിട്ടുകളഞ്ഞു. Then he asked the monk. Remember, he was trying to break the pen that the monk was using. He asked the monk. സന്യാസിയോട് അദ്ദേഹം ചോദിച്ചു. He said, "Where did you get your pen? എവിടെ നിന്നാണ് നിനക്ക് ഈ പേന ലഭിച്ചത്? And why is it so strong?" എന്തുകൊണ്ട് എങ്ങനെയാണ് ഈ പേന ഇത്രയും ബലമുള്ളതായി മാറിയത്? The pen, replied he. The pen, the feather. ആ പേന ഉത്തരം പറഞ്ഞു. He replied, belonged to an old goose of Bohemia, 100 years old. നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ കഥയുണ്ട്. ബൊഹേമിയയിലെ ഒരു താറാവിനെ ചുട്ടുകരിച്ച കഥ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതാണ് മറുപടി പറഞ്ഞത്. I got it from one of my old schoolmasters. ഞാൻ എൻ്റെ ഒരു സ്കൂൾ അധ്യാപകരിൽ നിന്ന് ഇത് വാങ്ങിയതാണ്. Now, let me ask, who died 100 years before Luther came? ലൂതറിന് 100 വർഷത്തിന് മുമ്പ് ആരാണ് മരിച്ചത്? Do you remember? ലൂതർ വരുന്നതിന് ഒരു 100 വർഷം മുമ്പ് മരിച്ചത് ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? Who was called a goose? ആരെയാണ് ഗൂസ് അല്ലെങ്കിൽ താറാവ് ആരെയാണ് വിളിച്ചത്? That we mentioned in the first നമ്മൾ പറഞ്ഞത് John Huss. John Huss died 100 years before Luther came. ഇതിന് 100 വർഷം മുമ്പാണ് ജോൺ ഹസ് കൊല്ലപ്പെട്ടത്. So now Frederick has a dream of this monk with the pen of a goose. ഇപ്പോൾ ഫ്രെഡറിക്ക് കാണുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഈ അല്ലെങ്കിൽ ജോണസിന്റെ പേന അതാണ് കാണുന്നത്. Then he said that he heard a loud noise. പിന്നെ അദ്ദേഹം ഒരു വലിയ ശബ്ദം കേട്ടത്. And a large number of other pens had sprung out of the long pen of the monk. ഒരുപാട് എണ്ണത്തിലുള്ളതായ പേനകൾ ഈ സന്യാസിയുടെ നിന്ന് എല്ലാവർക്കും ലഭ്യമാണ്. I woke up a third time. It was daylight. അങ്ങനെ മൂന്നാം പ്രാവശ്യം ഞാൻ എഴുന്നേറ്റപ്പോൾ നേരം വെളുത്തു. So, did you understand what the dream was? എന്തെങ്കിലും മനസ്സിലായോ ആ സ്വപ്നം എന്തായിരുന്നത്? God gave this dream to Frederick the night before Luther wrote the thesis. ലൂതർ ഈ 95 thesis ഈ പള്ളിയുടെ വാതിൽ ഒട്ടിക്കുന്നതിന് തലേ ദിവസം ഈ സന്യാസിക്ക് ദൈവം ഈ സ്വപ്നം കൊടുത്തു. If you were the elector of Saxony, if you were Frederick, would you think that there was a relation between the dream and what happened the next morning? നിങ്ങൾ ആ സന്യാസിയുടെ സ്ഥാനത്താണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? ഇതാ In the beginning of the dream, ഈ സ്വപ്നത്തിന്റെ ആരംഭത്തിൽ all the saints came to Frederick from the order of God to say that the monk didn't come to cause trouble. ആദ്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധന്മാരെല്ലാവരും വന്ന് അദ്ദേഹത്തോട് തോന്നില്ല ആരെയും കഷ്ടപ്പെടുത്താനായിട്ട് തോന്നിയില്ല. So Frederick understood that Luther was this monk and that he was come by order of God. അങ്ങനെ ഫ്രെഡറിക്കിന് മനസ്സിലായത് ലൂഥർ ദൈവത്താൽ നയിക്കപ്പെട്ട ഒരു വിശുദ്ധനാണ്. So do you know what he did? എന്താ ചെയ്തെന്ന് അറിയാമോ? He became Luther's protector. അങ്ങനെ ലൂഥറിന്റെ സംരക്ഷണയെ അദ്ദേഹം മാറി ഫ്രെഡറിക്. So that was 1570. അത് 1517. Let's move forward now. മുൻപോട്ട് പോകാം. We're going to the Diet of Worms.
പുഴുക്കളുടെ ആഹാരം. വോംസ് ആ സ്ഥലത്തിന്റെ പേരാണ് വോംസ്. Diet of worms. അതൊരു സ്ഥലത്തിന്റെ പേരാണ്. വോംസ് എന്ന് പറയുന്ന സ്ഥലത്തില് അറിയിപ്പ്. വോംസ് എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ അറിയിപ്പ്. Okay, so in 1517, Luther posts the 95 Theses. അങ്ങനെ 1517 ലൂതർ 95 പ്രബന്ധങ്ങൾ എഴുതി ഒട്ടിച്ചു. Over the next few years, he grows bolder and attacks papal authority. പിന്നീടുണ്ടായ ചില വർഷങ്ങൾ ഈ പാശ്ചാത്യത്തിനെതിരായിട്ട് അദ്ദേഹം ഒരുപാട് ശബ്ദമുയർത്തി എന്നാണ്. And he calls for a reform of the church. He calls for a church reformation. അങ്ങനെ സഭയുടെ നവീകരണത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. In 1520, Pope Leo X issued the bull called Exsurge Domini. 1520 ലിയോ പത്താമൻ ബുൾ എക്സേർജിയോ ഡൊമിനി എന്ന് പറയുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു കാര്യം ഇഷ്യൂ ചെയ്തു. And he gives Luther 60 days to recant or face excommunication. 60 ദിവസത്തിനുള്ളിൽ ഇത് തിരുത്തുക അല്ലെങ്കിൽ ശിരച്ഛേദത്തിന് പുറത്താക്കുക, ഈ സഭയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. And Luther burns publicly that bull in December 1520. അങ്ങനെ ഡിസംബർ 1520 ഡിസംബറിൽ അദ്ദേഹം ഈ ലെറ്റർ പരസ്യമായിട്ട് കത്തിച്ചു കളഞ്ഞു. So in January 1521, the Pope formally excommunicates Luther. അങ്ങനെ 1521 ജനുവരി ലൂതറിനെ അവരുടെ സഭയിൽ നിന്നേക്കുമായി പുറത്താക്കി. In 1520 also, ഈ 1520 Charles V had just been crowned Holy Roman Emperor. ചാൾസ് അഞ്ചാമനെ റോമന്റെ വിശുദ്ധ രാജാവായി ചക്രവർത്തിയെ പ്രഖ്യാപിച്ചു. He summoned an imperial diet at once. അങ്ങനെ അദ്ദേഹം ഒരു ഇംപീരിയൽ ഡയറ്റ് സർവാധിപതിയായിട്ട്. One of the subjects they would talk about in the diet was the Luther affair. അവരുടെ കൂട്ടായ്മയിൽ അവരുടെ ഒരു സംസാര വിഷയം ലൂതറിന്റെ കാര്യമായിരുന്നു. But remember that Frederick was Luther's defender. എന്നാൽ ഫ്രെഡറിക്ക് ആ സമയത്ത് ലൂതറിന്റെ സംരക്ഷകനായിരുന്നു. So he talked to the emperor and he was able to secure a promise of safe conduct. അങ്ങനെ ലൂതറിന് വേണ്ടി ഒരു സംരക്ഷണം ഒരുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. Now, a safe conduct was a promise of protection. അങ്ങനെ നിന്നെ സുരക്ഷിതമായി അവിടെ മുമ്പിൽ എത്തിച്ച് ചർച്ച ചെയ്യാന്നുള്ളത് ലൂതറിനായിട്ടുണ്ടായിരുന്ന ഒരു അഗ്രിമെന്റ് ആയിരുന്നു. If the emperor gave me a safe conduct, ചക്രവർത്തി എനിക്കിപ്പോ ഒരു സുരക്ഷിതമായ ഒരു ഉറപ്പ് നൽകുകയാണെങ്കിൽ he would be promising that nobody would touch me. അതിന്റെ അർത്ഥം എന്നെ പിന്നെ ആരും തൊടുകയില്ല. Remember that John Huss had a safe conduct. ജോൺ ഹസ്റ്റിന് ഇതുപോലെ ഒരു സുരക്ഷിതമായ ഉറപ്പുണ്ടായിരുന്നു. But the Emperor Sigismund went back on his word and allowed John Huss to be in jail. എന്നാൽ ആ ഉറപ്പോടെ ചക്രവർത്തി ആ വാക്ക് പാലിച്ചില്ല, അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. So Luther also received a safe conduct. അങ്ങനെ ലൂതറിന് ഇങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. But his friends were afraid and they said, the safe conduct might be violated and you will be burned. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ആശങ്കയായി, അന്നത്തെ പോലെ എന്ത് സംഭവിച്ചേക്കാം, ഈ സുരക്ഷിതത്വം ഉറപ്പ് ലംഘിക്കപ്പെട്ടേക്കാം, നിന്നെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. Don't go to Worms. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകരുത്, ഈ വോംസ് എന്ന സ്ഥലത്തേക്ക് പോകരുത്, they will kill you. അവർ നിങ്ങളെ കൊന്നുകളയും. But Luther replied, though they should kindle a fire all the way from Worms to Wittenberg, ഈ വോംസ് എന്ന സ്ഥലം മുതൽ വിറ്റൻബർഗ് വരെ അവര് എന്നെ തീ കത്തിച്ചാലും, the flames of which reach to heaven, അതിന്റെ അഗ്നി സ്വർഗ്ഗം വരെ എത്തിയാലും, I would walk through it in the name of the Lord. ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ അതിലൂടെ നടന്നു പോകും എന്ന് ലൂതർ പറഞ്ഞു. And he also said, പിന്നീട് ഇങ്ങനെ പറഞ്ഞു, even should there be as many devils in Worms as tiles on the housetops, ഈ വോംസ് എന്ന സ്ഥലത്ത് ഒരുപാട് ദുഷ്ട ആത്മാക്കൾ ഉണ്ടായിരുന്നാലും, വീടിന്റെ മുകളിൽ വരെ വേർത്തുള്ള ഗുണം ഉണ്ടായിരുന്നാലും, still I would enter it. എങ്കിൽ അങ്ങനെ സംഭവിച്ചാലും ഞാൻ ഈ സ്ഥലത്ത് കടന്നു ചെല്ലും. And more people gathered to see Luther than they had gathered to see the emperor.
അങ്ങനെ ഈ ചക്രവർത്തിയെ കാണാൻ കൂടിയ ആളുകളെക്കാളും കൂടുതൽ ആളുകൾ ലൂതറിനെ കാണാനാണ് കൂടി വന്നത്. When he was finally introduced to the council, അങ്ങനെ അവസാനം ഈ വിചാരണ കോടതിയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. there was a table with several books. ഒരു മേശപ്പുറത്ത് ഒരുപാട് പുസ്തകങ്ങൾ നിരത്തപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. And they asked him two questions. അവരോട് രണ്ട് ചോദ്യം ചോദിച്ചു. They said, "Are these your books? ഇതൊക്കെ നിങ്ങളുടെ പുസ്തകമാണോ? And do you want to recant what's written in them? Do you want to take back what's written?" ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇത് തിരിച്ചെടുക്കാൻ നീ താല്പര്യപ്പെടുന്നു എന്ന് ചോദിച്ചു. Luther said, "These are my books." ലൂതർ പറഞ്ഞു, ഇതെല്ലാം ഞാൻ എഴുതിയതാണ്. But as for the second question, നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം, I cannot just answer like that എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയത്തില്ല. because I have different types of books. എനിക്ക് കാരണം ഈ പല തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. Some are good, and even my enemies acknowledge that they are good. ചില പുസ്തകങ്ങൾ നല്ലതാണെന്ന് എന്റെ ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നുണ്ട്. Others talk about evils that are in the church. മറ്റുള്ളവര് സഭയിൽ നടക്കുന്ന ദുഷ്ടന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. But if I recant what is in them, I would be encouraging the church to do evil things. ഞാൻ ഇതെല്ലാം പിൻവലിച്ചാൽ സഭയെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ സഭയെ പ്രോത്സാഹിപ്പിക്കുന്നതായി മാറും. And some are, I talk about individuals kind of in a harsh way, but even then, I cannot repent. ചിലപ്പോൾ ചില വ്യക്തികളോട് ചിലപ്പോൾ അല്പം പ്രയാസമായി ഇടപെടുന്നതായിരിക്കാം, എന്നാലും എനിക്ക് അതൊന്നും പിൻവലിക്കാൻ കഴിയത്തില്ല. So I need time to think. എനിക്കതുകൊണ്ട് സമയം വേണം എന്ന് പറഞ്ഞു. So the council said, അതുകൊണ്ട് ആ കൗൺസിൽ പറഞ്ഞത്, "We will give you time until tomorrow. നാളെ നേരം എടുക്കുന്നവരുടെ സമയം തരാം. But tomorrow you must answer." നാളെ നീ ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവത്തുള്ളൂ. So he accepted, അത് അംഗീകരിച്ചു. and he went to his room that night. ആ രാത്രിയിൽ തന്റെ മുറിയിലേക്ക് പോയി. And you can read about his prayer in the book Great Controversy. പോരാടുന്ന പുസ്തകത്തിൽ ലൂതറിന്റെ പ്രാർത്ഥന നമുക്ക് വായിക്കാൻ കഴിയും. It's very touching. അത് വളരെ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ്. He's opening his heart to God. അദ്ദേഹത്തിന്റെ ഹൃദയം ദൈവത്തിലേക്ക് തുറക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. The next day, അടുത്ത ദിവസം he goes to the meeting, to the council, അടുത്ത ദിവസം വിചാരണ കോടതിയിൽ അദ്ദേഹം പോവുകയാണ്. and he boldly makes that discourse that we all know about. He makes that discourse that he says, "Here I stand, I can do nothing." സംവാദത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറായി നിന്നു. And when he speaks like that, people are amazed. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ധൈര്യത്തോടെ ഇരിക്കുന്നപ്പോൾ ആളുകൾക്ക് ആശ്ചര്യമായി തോന്നി. They are admiring his courage. അദ്ദേഹത്തിന്റെ ധൈര്യത്തെ ആൾക്കാർ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. The priests, they are mad at him. ഈ പുരോഹിതന്മാർക്ക് അദ്ദേഹത്തിന് നേരെ വലിയ ദേഷ്യം വന്നു. They come to the emperor and say, "Forget about the safe conduct. Let's kill him right now." നിനക്ക് നൽകിയിരിക്കുന്നത് ചക്രവർത്തി നൽകിയിരിക്കുന്നത് സുരക്ഷിതത്വമൊക്കെ മറന്നു കളയുക, അവനെ കൊല്ലാൻ ഇവർ ആവശ്യപ്പെട്ടു. But the emperor remembered the history of Sigismund എന്നാൽ ആ ചക്രവർത്തി താൻ കൊടുത്ത വാക്ക് ഓർത്തു. and how the name of Sigismund was so marred by burning John Huss, even with the safe conduct. ജോൺ ഹസ്സിനെ കൊന്ന കാര്യവും ഈ ചക്രവർത്തി ഓർക്കുന്നുണ്ട് ആ സമയത്ത്. So the emperor says, "No, we need to keep the safe conduct." അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, അങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല, നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. But after it expires, then we can take Luther. അത് ഈ ചക്രവർത്തി മരിച്ചതിന് ശേഷം നമുക്ക് ലൂതറിനെ പിന്നെ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞു. So he said, "Let's not touch Luther right now." അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലൂതറിനെ ഒന്നും ചെയ്യണ്ട. And they allow Luther to go home. അങ്ങനെ ലൂതറിനെ വീട്ടിൽ പോകാൻ അനുവദിച്ചു. As Luther is going home, അങ്ങനെ ലൂതർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് something very interesting happens. വളരെ രസകരമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. A bunch of knights, of people on horses with armor, കുതിരപ്പുറത്ത് ആയുധധാരികളായ കുറച്ച് ആളുകൾ അനുഗമിച്ചു. come quickly and overtake the chariot in which he was riding. ആ ലൂതർ സഞ്ചരിച്ചിരുന്നതായ കുതിര വണ്ടി അവരെ പിടിച്ചടക്കുന്നതിനിടയായി. The guide, is surrendered. അത് ചലിപ്പിച്ച അല്ലെങ്കിൽ അത് ഓടിച്ചിരുന്ന അതിന്റെ വ്യക്തി അത് അവരുടെ മുമ്പാകെ കീഴടങ്ങി. They grabbed Luther out of his chariot, ലൂതറിനെ ആ കുതിരവണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി put him on a horse, ഒരു കുതിരപ്പുറത്ത് അവനെ ഇട്ടു.
and drive into the woods. അങ്ങനെ വനത്തിലേക്ക് കൊണ്ടുപോയി. And they start making movements like that in the middle of the forest. അവരങ്ങനെ പോകുന്നതിന് വഴികൾ നേരെ കൊണ്ടുപോകാതെ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നതായ വഴികൾ ഉണ്ടാക്കിയിട്ട് ആ രീതിക്ക് പോയി. To try to confound anybody that might be pursuing them. ഈ ലൂതറിനെ ഉപദ്രവിക്കാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വഴിതെറ്റിക്കാൻ They ride on the horses until evening. സന്ധ്യ ആകുന്നത് വരെ അങ്ങനെ അവരെ കുതിര പുറത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. They finally reach a castle. അങ്ങനെ അവരൊരു കൊട്ടാരത്തിലെത്തി. The doors of the castle open. അതിന്റെ വാതിൽ തുറക്കപ്പെട്ടു. They enter in. അവരങ്ങനെ അകത്ത് പ്രവേശിച്ചു. They changed Luther's clothes. ലൂതറിന്റെ വസ്ത്രമൊക്കെ അവര് മാറ്റി. They put on him armor. ആയുധം അല്ലെങ്കിൽ സർവായുധം പറയുന്ന യുദ്ധക്കാരെ ധരിക്കുന്ന പരിചയൊക്കെ അവർ ധരിച്ചു. They cover his head. അവന്റെ തലയിൽ കിരീടം പോലെ സാധനം വെച്ചു. So that nobody knows who he is. അതുകൊണ്ട് അവർ ആരാണെന്ന് അവർക്ക് അറിയത്തില്ല, തിരിച്ചറിയാൻ കഴിയാതെ മാറ്റി. And as they come to his room, അങ്ങനെ അവരുടെ റൂമിലേക്ക് അവർ വന്നപ്പോൾ they changed his name. അവർ ലൂതറിന്റെ പേര് അവർ മാറ്റി. They kidnapped him. അദ്ദേഹത്തെ അവര് കടത്തിക്കൊണ്ടുപോയി. But do you know who gave that command to kidnap him? അതങ്ങനെ സംഭവിക്കാൻ ആരാണ് കൽപ്പന കൊടുത്തതെന്ന് അറിയാമോ? Do you know? അറിയാമോ? Frederick ആണ് ഈ കൽപ്പന കൊടുത്തത്. his protector. അദ്ദേഹത്തെ സംരക്ഷിച്ചത്. So Frederick said to a man that he trusted, kidnap Luther, take him somewhere, but don't tell me where, because if I don't know, I can't say. ഫ്രെഡറിക് ആണ് പറഞ്ഞത്, ഇദ്ദേഹത്തെ അപഹരിച്ചുകൊണ്ട് പോയി എവിടെയെങ്കിലും വെക്കുക, എന്നോട് പറയുന്നതാണ്, എന്നോട് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ലെന്ന് പറയാം. And Luther spends almost 1 year in that castle at Wartburg. അങ്ങനെ ആ കൊട്ടാരത്തിൽ ഏതാണ്ട് 1 വർഷക്കാലം ലൂതർ താമസിച്ചു. In that place, he translates the New Testament into German. അങ്ങനെ ആ സ്ഥലത്തിരുന്നുകൊണ്ടാണ് പുതിയ നിയമം ജർമ്മൻ ഭാഷയിൽ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത്. And we are out of time, so we'll have to close now. We will pick up from here and go into the Millerite movement in the next lecture. നമ്മളിവിടെ നിർത്തിയിട്ട് തുടർന്ന് അടുത്ത സെഷനിൽ നമ്മൾ മില്ലറൈറ്റ് മൂവ്മെന്റ് പഠിക്കുമ്പോൾ ഇത് തുടരാവുന്നതാണ്. Let's have a close prayer. നമുക്ക് പ്രാർത്ഥിക്കാം. Dear Father in heaven, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, thank you for the Reformation, നവീകരണത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. which help us understand that Christ is our righteousness. അത് ക്രിസ്തുവാണ് ഞങ്ങളുടെ നീതി എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ And that we can trust Him അങ്ങനെ ഞങ്ങൾക്ക് അങ്ങയിൽ ആശ്രയം വെക്കുവാൻ അത് ഞങ്ങളെ സഹായിക്കുന്നു. and not ourselves to receive salvation. ഞങ്ങളുടെ പ്രവൃത്തിയിലോ ഞങ്ങളുടെ മഹിമയിലോ നോക്കി രക്ഷ നേടാതെ അങ്ങയിൽ നിന്നുള്ള രക്ഷ നേടാൻ ഞങ്ങളെ അത് സഹായിക്കുന്നു. Help us to continue learning on the next lectures, തുടർന്നുള്ളതായ പാഠങ്ങളും ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. so that we can understand this line of the sequence of truth that has come to us. ഞങ്ങളിലേക്ക് കടന്നു വരുന്നതായ ഈ സത്യത്തിന്റെ തുടർ പാഠങ്ങൾ പഠിക്കാൻ ഞങ്ങളെ ഇടയാക്കണമേ. Continue blessing us with your Holy Spirit. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ തുടർന്ന് അനുഗ്രഹിക്കണമേ. In Jesus' name, amen. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.